എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് മുട്ടയും ഗോതമ്പ് പൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 5 കോഴിമുട്ട പുഴുങ്ങി അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്രേറ്ററിൻ്റെ ചെറിയ ഇതിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. വലുതിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് 5 മുട്ടയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഓരോ മുട്ടയായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്താലും മതിയാകും. ഇപ്പം ഞാൻ 5 മുട്ടയും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പൊട്ടറ്റോയുമാണ് എടുത്തിരിക്കുന്നത്. ഈ പൊട്ടറ്റോയും നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഞാനിപ്പോൾ വലിയ ഗ്രേറ്ററിലാണ് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ വേവിച്ച് എടുത്ത പൊട്ടറ്റോയാണ്. ഇനി ഇഞ്ചിയും ഇതുപോലെ തന്നെ ഞാൻ ചെറിയ ഇതിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും. ഇപ്പോൾ ഇഞ്ചിയും പൊട്ടറ്റോയും എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇഞ്ചി നല്ലപോലെ പൊടിയായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം അതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ക്യാപ്സിക്കം തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ സ്നാക്കിന്. കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ക്യാരറ്റ് ചേർത്തില്ല. ക്യാരറ്റും സ്വീറ്റ് കോണും ഒക്കെ ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് സ്നാക്കിന്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വെജിറ്റബിൾസ് എല്ലാം നനവുള്ളതാകുമ്പം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി തിരുമ്മി കുഴച്ചെടുക്കണ്ട. അപ്പോൾ വെജിറ്റബിൾസിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി ഒത്തിരി നനഞ്ഞു പോകും. കൈ കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി പ്രസ് ചെയ്ത് കുഴച്ചെടുക്കരുത്. അപ്പോൾ വെള്ളമെല്ലാം ഒത്തിരി ഇറങ്ങി വരും. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കണ്ട. ഇങ്ങനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. സിലിണ്ടറായിട്ടോ സ്ക്വയറായിട്ടോ റൗണ്ടായിട്ടോ ഒക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആവശ്യത്തിനുള്ള ഇത് കയ്യിലെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മളെങ്ങനെയാണോ കട്ട്ലറ്റിന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സിലിണ്ടർ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഒരു റോള് പോലെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് വേവിച്ച് വെച്ചിരുന്നാൽ രാവിലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ മുഴുവനും നമുക്കൊന്ന് ചെയ്തെടുക്കാം. എനിക്ക് ഇത്രയും അളവിൽ ഒരു 20 എണ്ണമാണ് ചെയ്തെടുക്കാനായിട്ട് കിട്ടിയത്. ഇനി ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. കുറച്ചൊന്ന് ടൈറ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ്. ആ സമയം കൊണ്ട് ഇതിലോട്ടൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പം കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ടെങ്കിലും 1/2 കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിലോട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം മൈദയും ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഗോതമ്പ് പൊടിയാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത്. അതിലോട്ട് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് മധുരത്തിലുണ്ടാക്കണമെങ്കിൽ മധുരത്തിലുണ്ടാക്കാം, പക്ഷേ ഇതൊരു എരിവുള്ള സ്നാക്ക് ആയതുകൊണ്ട് എരിവ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു മധുരത്തിൻ്റെ ഫ്ലേവറിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. ഉപ്പും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒത്തിരി ലൂസും അല്ല, എന്നാൽ ഒത്തിരി അങ്ങ് തിക്കും അല്ലാത്ത ആ ഒരു പരുവത്തിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവത്തിൽ, അതിനേക്കാൾ ഒരിത്തിരി കൂടി ലൂസായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇവിടെ ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഓരോന്നോരോന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കാം. മുക്കിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒത്തിരി തിക്ക് ലെയറായിട്ടല്ല ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് തിക്ക് ലെയർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ചേർത്ത് ബാറ്റർ കുറച്ചുകൂടി ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഒരു ലൈറ്റ് കവറിങ് ഉള്ളതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. നമ്മൾ ആ ഒരു കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും. അപ്പോൾ അതാ ആ ഫസ്റ്റ് ഇട്ടത് ഓൾറെഡി അതിൻ്റെ താഴ്ഭാഗം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ എണ്ണ കുറച്ച് ചൂടായി പോയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇതുപോലെ മൊരിഞ്ഞു വന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ചൂടായ എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ഒത്തിരി ലേറ്റ് ആയപ്പോഴത്തേക്കും എണ്ണ ഒരിത്തിരി ചൂട് കൂടിപ്പോയിരുന്നു, അതുകൊണ്ടാണ് ആദ്യം ഇട്ടത് 2 എണ്ണം പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വന്നത്. ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ടും നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ പുറം ഭാഗം അത്രയും ക്രിസ്പി ആയിട്ടൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ കട്ട്ലറ്റൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള കവറിങ് ആണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബാറ്റർ തിക്കാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. നല്ല ക്രിസ്പി ആയിട്ടുള്ള കവറിങ് കിട്ടും. അപ്പം ഞാൻ എന്താ 2 സൈഡും നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. കോരി എടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല, എന്നാൽ സ്നാക്കിൽ കുറച്ചൊരു എണ്ണമയം ഉണ്ടായിരിക്കുകയും ചെയ്യും. ആ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എണ്ണ അതുപോലെ തന്നെ ബാക്കി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ, ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ കുറച്ച് മുട്ടയും ഗോതമ്പ് പൊടിയും എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിലോട്ടുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുറം ഭാഗവും ഉള്ളും ഒക്കെ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്